ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ഒരു മലയാറ്റൂർ യാത്രയുടെ വ്ളോഗാണ് കേട്ടോ. ഇങ്ങനെ 10-13 വർഷങ്ങൾക്ക് ഇടവേളയിൽ ആകപ്പാടെ ഒരു വട്ടമാണ് ഞാൻ മലയാറ്റൂർ പോയിട്ടുള്ളത്. നിങ്ങൾ പോയിട്ടുണ്ടോ മലയാറ്റൂരൊക്കെ? എന്തായാലും നോമ്പ് കാലമല്ലേ, അപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫാമിലിയുടെ കൂടെ കുഞ്ഞുങ്ങളുണ്ടായിട്ട് മൂത്ത മോളുണ്ടായപ്പോഴാണ് അവൾക്ക് വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ പോയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ കുറച്ച് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അപ്പോൾ ആകെ സംശയിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് എല്ലാം നല്ല രീതിയിൽ നടത്തി തന്നു. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളാട്ടോ എനിക്ക് മലയാറ്റൂർ പോയിട്ടുള്ളത്. പക്ഷെ കുറേയൊക്കെ അതേപോലൊക്കെ തന്നെ. ഇത് ഞാൻ കുറച്ച് വിഷ്വൽസ് കയറുന്നത് അറിയാലോ, കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. നല്ല ഉരുളൻ കല്ലുകളും ഒക്കെയാണ്. പക്ഷെ കയറിയപ്പോഴൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇറങ്ങിയപ്പോഴാണ് ഇത്തിരി കാലൊക്കെ വേദനയെടുത്ത് വന്നത്. പിന്നെ മക്കളുണ്ട്. എൻ്റെ ഫാമിലിയാണ് മുന്നേ പോകുന്നത്. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചത് അതിന് വേണ്ടി എടുത്തൊന്നുമല്ല കേട്ടോ. നമ്മൾ മുന്നിലോട്ട് പോകുമ്പോൾ ആകപ്പാടെ കിട്ടുന്ന കുറച്ച് ഇതാണ്. വൈകുന്നേരം ഫോണെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചുമ്മാ നിങ്ങളോടും കൂടി വിശേഷം പങ്കുവയ്ക്കണമെന്ന് തോന്നി. കുറേ വർഷങ്ങൾക്ക് ശേഷം പോയതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. വ്യത്യാസങ്ങളൊക്കെ കുറേയൊക്കെ ഉണ്ട്, എങ്കിലും ദൂരമൊന്നും അങ്ങനെ വലിയ കൂടുതലായിട്ടൊന്നും തോന്നിയില്ല. അതിൽ നിന്ന് ഞെട്ടിച്ചത് എൻ്റെ കുഞ്ഞുമോളാണ് കേട്ടോ. ഇതേ പോണ ആളാണ്, 2 വയസ്സുകാരിയാണ്. പക്ഷെ അവൾ 2ാം സ്ഥലം വരെ, അതായത് മലയാറ്റൂർ മലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1ാം സ്ഥലത്തുനിന്നവരെ കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. അതിന് ശേഷമാണ് പിന്നെ സ്ഥലങ്ങളൊക്കെ വേഗം എത്തും. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മോള് ആദ്യത്തെ 2ാം സ്ഥലം വരെ അവൾ നടന്നു. ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ തീരെ കൂട്ടാക്കിയില്ല. കൈ പിടിച്ച് നടന്നു. കുറച്ച് നേരം തന്നെ നടന്നു. പേടിയുണ്ടായിരുന്നു, ഇത്രയും വലിയ കരയിലൊക്കെ ചവിട്ടി കൊച്ച് വീണാലോ എന്ന്. പക്ഷേ മുത്തപ്പൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. മുത്തപ്പനൊക്കെ വിളിച്ചാണ് അവൾ കയറിയത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിരുന്നു. അതുപോലെ മക്കളും ബാക്കി 2 പേരും കൂടി ഉണ്ട്. ഒരാൾ 3ാം ക്ലാസ്സിൽ, ഒരാൾ UKG. അപ്പോൾ അവരാണിത് മുകളിലേക്ക് കയറി പോകണം കണ്ടോ. ഞാൻ വിചാരിച്ചു, കാരണം മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാലുവേദന വരാറുണ്ടേ, അപ്പോൾ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവരും വേഗം കയറിപ്പോയി. അവർക്കങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ദൈവം ഗ്രഹിച്ച്. മോളും മോനും കയറുന്നു. അപ്പോൾ അവരാണെങ്കിലും വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ കയറി. അവർക്കൊരു ഭയങ്കര ഇഷ്ടമായി. അറ്റ്മോസ്ഫിയറൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ പോകുമ്പം അത് വലിയൊരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ എന്ന് പറയാം. കാരണം ഞങ്ങൾ വണ്ടിയിൽ അവിടെ എത്താറായപ്പം നല്ലതായിട്ട് മഴ പെയ്ത് തുടങ്ങി. അപ്പം പേടിച്ചു, കാരണം നല്ല വഴുക്കലുണ്ടാവും എന്താവുമെന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷേ കയറിയപ്പം അവിടെ ചെന്ന് ഇറങ്ങി കയറാൻ തുടങ്ങിയപ്പോൾ മഴയുണ്ടായില്ല. അതേപോലെ തിരിച്ചിറങ്ങി ഞങ്ങൾ വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ കയറുന്ന സമയത്തൊക്കെ നല്ലൊരു കാലാവസ്ഥ തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. മുത്തപ്പൻ ശരിക്കും ഞങ്ങളെ വെൽക്കം ചെയ്തു. നല്ലൊരു യാത്രാനുഭവമാണ് എനിക്ക് മലയാറ്റൂർ മല കയറിയത് ഇപ്രാവശ്യം ഉണ്ടായത് കേട്ടോ. ഞങ്ങൾ കയറുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ചിറങ്ങാൻ നേരം അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായി തുടങ്ങി. കാരണം ഇനിയിപ്പോൾ നോമ്പ് കഴിയാറായല്ലോ, അടുത്ത ആഴ്ച വിശുദ്ധവാരം തുടങ്ങുകയാണ്. അപ്പോൾ അതോടെ പിന്നെ വെള്ളിയാഴ്ചയും കൂടെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തിരക്കുണ്ട്. എന്തായാലും മലയാറ്റൂർ മലയുടെ ആ ഒരു പ്രഭാവം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇതൊക്കെ ഒരു പുതിയ മാറ്റങ്ങളാണ് കേട്ടോ. പണ്ട് പോകുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് മാറ്റങ്ങളുണ്ട്. അന്നും ഇന്നും എന്നൊരു വിസ്മയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊന്നുംകുരിശ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പൊന്നുംകുരിശ് നല്ല വലിപ്പം തോന്നി. ഒരുപാട് വർഷം കഴിഞ്ഞ് കാണുന്നത് കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. ഒരുപാട് സന്തോഷം, ഒരു മനസ്സിന് വളരെ അതൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നി. അതേപോലെ നമ്മുടെ മിറാക്കിൾ നമ്മുടെ കിണറുണ്ടല്ലോ, അതൊക്കെ കണ്ടു. അവിടുന്ന് വെള്ളമൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ തോമസ് ലീഹായുടെ ആ ഒരു പിന്നെ ഇതിപ്പം നൈറ്റ് വ്യൂ ആണ്. എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു ഇപ്രാവശ്യം ഇങ്ങനെ കുരിശുമല കയറിയത്. എൻ്റെ ഫാമിലിക്കൊപ്പം എനിക്ക് വളരെ സന്തോഷത്തോട് കൂടിയിട്ട്, കാരണം എനിക്ക് വളരെ പേടിയുണ്ടായിരുന്നു ഒരു അസ്വസ്ഥത വെച്ചിട്ട് കയറാൻ പറ്റുമോ എന്നൊക്കെ.
പക്ഷെ മുത്തപ്പൻ കൂടെ തന്നെ നിന്നു. ഒരാഗ്രഹം വളരെ നല്ല രീതിയിൽ എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു സന്തോഷം, ഒരനുഭവം നിങ്ങളായിട്ട് പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.